അപകടത്തിലായിട്ട് രക്ഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അപകടം വരാതെ നോക്കുന്നത്? പറയുന്നത് ലഹരി ഉപയോഗത്തെ പറ്റിയാണ്. ഏതൊരു നിമിഷവും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അതിന്റെ ചതിക്കുഴിയിൽ വീണു പോയേക്കാം. പക്ഷെ വീഴുമ്പോൾ ഒറ്റയ്ക്ക് മാത്രമല്ല, ഒരു കുടുംബം മൊത്തമായിട്ടാണ് വീഴുന്നത്. ചോദ്യം നമ്മളെക്കൊണ്ട് അവരെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തുടക്കത്തിന് നിസ്സാരമായ സൂചനകൾ നമ്മളെക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് ഉറപ്പായിട്ടും സാധിക്കും. ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവമാറ്റം, ലൈക്ക് ഇറിറ്റബിലിറ്റി, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുക, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഉൾവലിയൽ, അവരുടെ ഗ്രേഡ്സ് കുറയുന്നതോ വർക്ക് പെർഫോമൻസ് കുറയുന്നതോ, അതേപോലെ തന്നെ ഒരിക്കലും അവർ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ അവരുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ചുവപ്പ് നിറം, പുവർ ഹൈജീൻ, പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ഓർ ലോസ്, അവരുടെ ശ്വാസത്തിലോ വസ്ത്രത്തിലോ ഉണ്ടാകുന്ന സ്ട്രെയിൻ സ്മെൽ, അതുപോലെ തന്നെ അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നതായോ അല്ലെങ്കിൽ പഴയ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നതായോ കാണപ്പെടുന്നതെല്ലാം ഇവയുടെ ലക്ഷണങ്ങളാകാം. ഇതിൽ ഏതെങ്കിലും ഒരു സൈൻ കാണുന്നു എന്ന് കരുതി അതൊരു കുഴപ്പമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത്. ഡ്രഗ് അബ്യൂസ് കാരണം ബുദ്ധിമുട്ടുന്നവരെല്ലാവരും ക്രിമിനൽസ് അല്ല. അവർക്ക് ആവശ്യം നമ്മുടെ സപ്പോർട്ടും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അയച്ചു കൊടുക്കുക. ഇത് ചിലപ്പോൾ രക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ അവരുടെ പ്രിയപ്പെട്ടവരെയോ ആകാം.